അമ്മേ എവിടെ പോവാ അമ്മേ? ഓ എന്തോ ഇല്ല, കാലത്ത് എന്തുവാ കറിക്കരിയുന്ന? കഞ്ഞി വെക്കുവാ. കറിക്കരിയാന്ന് കണ്ടറിഞ്ഞില്ല. കണ്ടത് മനസ്സിലായതുകൊണ്ടല്ലേ ചോദിച്ചത് കറിക്കരിയുന്നാന്ന്. കറിക്കരിയോ? അല്ല, കാലത്ത് എന്തുവാ പരിപാടി? പരിപാടി എന്താ കറി വെക്കണം? അതല്ല, കാലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തോട്ടെങ്ങാനും പോണണ്ടോന്നാ ഞാൻ ചോദിച്ചത്. പുറത്തോട്ട് വേണം. പഴയത്തെ സാധനം ഒന്നുമില്ല, അതൊക്കെ മേടിക്കണം. കുടുംബശ്രീയുടെ പൈസ ബാങ്കിൽ അടയ്ക്കണം. കുറെ പരിപാടി ഉണ്ട്. ഞാനിവിടെ വരുന്നുണ്ട്. എന്തിന്? എനിക്കും കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. എന്ത് സാധനം? അതൊക്കെ ഉണ്ട്. എടീ, ഈ ക്ലീറ്റസിന്റെ ഷർട്ടിന്റെ അളവ് എത്ര? എങ്ങനെയാ? ക്ലീറ്റോന് ഷർട്ട് മേടിക്കാൻ പോവാ. അതും വേണം. എന്ത് കാര്യത്തിന്? ക്ലീറ്റോന് എന്തിനാ ഇപ്പൊ ഷർട്ട്? ഷർട്ട് എന്തിനാ എല്ലാവർക്കും? ഷർട്ട് ഇടാൻ അമ്മയ്ക്ക് എന്തായാലും ഭ്രാന്തുണ്ട്. പോവാമെന്ന്. ഇല്ല, എനിക്കിപ്പോ പെൻഷൻ കിട്ടി. കഴിഞ്ഞ ഓണത്തിനോ ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഒരു ഷർട്ട് വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. ഇത്രേ ഉള്ളൂ. ക്ലീറ്റോന് ഇപ്പൊ ഷർട്ടിന്റെ ആവശ്യമൊന്നുമില്ല. ഒന്നാമത്തെ വെള്ളം എപ്പോഴും ഇടണേ. ആ പൈസ അമ്മ കൈ പിടിച്ചോ. നീ വരുന്നില്ലെങ്കിൽ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. അയ്യോ എന്റെ പൊന്നെ, ഞാൻ വന്നിട്ടുണ്ട്. എന്നാ ഞാൻ വിളിക്കാൻ പോവാൻ നേരത്ത്. ക്യാറ്റ് വേണം എന്നാ. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് വേണ്ട. നീ വലിയ വേദന വേണ്ട. അയ്യോ നീരുണ്ടല്ലോ. ചെറിയൊരു നീരുമുണ്ട്. വേദനയായിട്ടൊന്നുമില്ല, ഒരു ചെറിയ നീര്. ആ പല്ലെടുത്ത് കളയാൻ എത്ര നാളായി പറയണു. നമുക്ക് പോകുമ്പോ ഡോക്ടറെ കാണിക്കാം. കാണിക്കണം, ഞാൻ പോവാം. നീ റെഡി ആയി വരാട്ടാ. തണുത്തോന്ന് എടുത്ത് തിന്നണ്ട. ഓ ചേട്ടന് ഷർട്ട് മേടിച്ചു കൊടുക്കാത്ത കുറവുള്ളൂ. ഈ അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ? അമ്മേ, നല്ല സാരി. ഇതൊക്കെ ശരിക്കും ഇടണ്ടേ? ശരിക്കും നല്ല സുന്ദരിയായിട്ടുണ്ട്. നീ ഇപ്പോഴല്ലേ എന്നെ കാണുന്നത്? ചെറുപ്പത്തിൽ എന്നെ ഒന്ന് കാണണമായിരുന്നു. ആളുകൾ എന്നെ വിളിക്കുന്നത് ജയഭാരതി എന്നായിരുന്നു. സത്യം സത്യം, കള്ളം പറയല്ല. നാട്ടുകാർ മൊത്തം എന്റെ സൗന്ദര്യത്തിനെ കുറിച്ച് പറയാനേ സമയമുള്ളായിരുന്നു. എന്റെ വീട്ടുകാരും പറയും, ജമന്തിയുടെ ഭാഗ്യം ഇങ്ങനെ ഒരു അമ്മായിയമ്മ കിട്ടിയത് സ്വഭാവം കൊണ്ടും സൗന്ദര്യം കൊണ്ടും. അല്ല അമ്മ ഈ ഒരുങ്ങി എവിടെ പോവാ? ഞാന് ഒരു സ്ഥലം വരെ പോണ്. ഏത് സ്ഥലം? ഒക്കെ ഉണ്ട്, ഞാനൊരു സ്ഥലം വരെ പോണ്. ചുമ്മാ കളിക്കല്ലേ അമ്മ, പറ. എടി, ഞാനും തങ്കം കൂടെ ഒരു സ്ഥലം വരെ പോണ്. എന്നാ പിന്നെ ഞാനും കൂടെ. എന്തോത്തിന്? നീ വരണ്ട, ഞങ്ങളുടെ ഇവിടെ പോവുക. അമ്മ എടി, എന്താന്ന് ഈ കഥ അടച്ച് പൂട്ടിയിട്ടിട്ട് ഒറ്റയ്ക്ക് ഇവിടെ വീട് വിട്ടിട്ടൊന്നും ഞാൻ പോകാൻ സമ്മതിക്കത്തില്ല. ഞാൻ പോയിട്ട് വരാം. അമ്മ വേഗം വരൂലേ? ഞാൻ വേഗം വരും. അപ്പൊ ഞാനും കൂടി. വേണ്ട, അതുകൊണ്ടാണ് നീ ഇവിടെ നിൽക്കാൻ പറഞ്ഞത്. പെട്ടെന്ന് ഇങ്ങ് വരും. നീ വിഷമിക്കണ്ട, ഞാൻ വരാം. അറിയോ എവിടെ പോണേന്ന? ക്ലാസ്സിലെ കറണ്ട് ചാർജ് ഇനിയും കൂടുന്നാ തോന്നുന്നു കേട്ടോ. അയ്യോ, ഇനിയും കൂടുന്നോ? ഇനി ഇത് കൂട്ടിക്കഴിഞ്ഞാൽ ആളുകൾ ഒന്ന് തല്ലിക്കൊല്ലും. എവിടെ തല്ലിക്കൊല്ലാൻ? ഇതൊക്കെ ആ കൂടുമ്പോൾ ഒരാഴ്ചത്തെ വിഷയമുള്ളൂന്ന്. പിന്നെ ആളുകൾ അങ്ങോട്ട് മറക്കും, എന്നിട്ട് കൊടുക്കും. എത്ര കൂടിയാലും കൊടുക്കും. അതും നേരെ. അല്ല, ഈ 5 കൊല്ലത്തേക്ക് ഇനി ചാർജ് ഒന്നും കൂടില്ലെന്നാണല്ലോ ഗവൺമെന്റ് പറഞ്ഞത്. ഒരു ഏറുമ്പോ പറയണല്ലേ. ഹലോ. എന്താ മതി ഏട്ടാ, അമ്മയും നാത്തൂനും കൂടി പുറത്തേക്ക് പോവാന്ന്. അതിനെന്താ? അതല്ല, പിന്നെ ക്ലീറ്റോ ചേട്ടന് ഷർട്ട് മേടിക്കാൻ വേണ്ടി അമ്മ പോയത്. അത് നല്ല കാര്യല്ലേ? എന്ത് നല്ല കാര്യം? ഏട്ടന് മേടിക്കണില്ലല്ലോ ഷർട്ട്. അമ്മ വാങ്ങിച്ചോട്ടടി, അതിനെന്താ കുഴപ്പം? അവനൊരു ഷർട്ട് വാങ്ങിക്കുന്നതിന് എന്താ പ്രശ്നം? അത് ശരിയല്ലല്ലോ. ഏട്ടന് മേടിക്കാതെ ക്ലീറ്റോ ചേട്ടന് മാത്രം മേടിക്കണ എന്താ? എനിക്ക് ഷർട്ട് ഇല്ലേ, ഇനി വേണമെങ്കിൽ എനിക്ക് വാങ്ങിച്ച പോരെ. ഷർട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലോ. അമ്മ അങ്ങനെ തരംതിരിവ് കാണിക്കാമോ? ഞാൻ നിന്റെ തലക്കൊന്നു തരും കേട്ടോ. മതി കളിക്കാൻ നിൽക്കണം. നീ ഫോൺ കേട്ടില്ലേ? ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കൂല നിങ്ങള്. ഒന്നുമില്ല, വച്ചോ. എന്താ പുതിയ കേസ് ഉണ്ടാക്കിയാ? കേസൊന്നുമില്ല. അമ്മ ക്ലീറ്റസിന് ഒരു ഷർട്ട് വാങ്ങിക്കാൻ പോകുന്നു. ഇതാണ് വിഷയം. ഇപ്പം ഇന്നത്തെ അതങ്ങോട്ട് വാങ്ങിച്ചോട്ടെ എന്ന് വിചാരിച്ചാ പോരെ. ഈ പെണ്ണുങ്ങളുടെ എല്ലാവരുടെയും കാര്യം ഇതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ അത് അവർക്കും കിട്ടണം. ഇതിപ്പോ അവൾക്ക് വേണ്ടിട്ടല്ല, ഇതിപ്പോ എനിക്ക് ഷർട്ട് എടുക്കണില്ല, ക്ലീറ്റസിന് മാത്രമേ ഷർട്ട് എടുക്കണമെന്നുള്ളതാണ് ഉള്ള പരാതി. ക്ലീറ്റസിന് കിട്ടണം എന്ന് പറഞ്ഞാൽ നിനക്ക് കിട്ടണം, അവൾക്ക് കിട്ടണമെന്നല്ല. ഒപ്പം ഒപ്പിക്കണം എല്ലാത്തിനും.
അല്ല അവന് ഈ പറഞ്ഞ പോലെ ഷർട്ടിലും ഇതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അവൻ ആ വെള്ള ഷർട്ട് വെള്ളമുണ്ട്, അത് മാത്രമേ അവന് ചിന്തയുള്ളൂ. നമുക്ക് വേണമെങ്കിൽ എപ്പോൾ എടുത്തൂടെ, നമുക്ക് ജോലിയുണ്ട്, അവന് ജോലിയും കൂലി ഇല്ലാത്തവനാണ്. എന്നാൽ പിന്നെ അമ്മ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഇരുന്നാൽ മതി. അത് ചെയ്യൂല, അപ്പോൾ വിളിച്ച് പരാതി പറയണം. ഒരു വഴക്കുണ്ടാക്കാല്ല. ഫോൺ വന്നപ്പോൾ ഞാൻ കരുതി ക്ലീറ്റസ് എന്തെങ്കിലും നൂലാമാല ഉണ്ടാക്കിയിട്ടുണ്ടാവുന്നു. അവ ഇപ്പം പ്രശ്നമൊന്നുമില്ല. ഇന്നുണ്ടാക്കൂല, ഇന്ന് ബുധനാഴ്ച അല്ലേ ഉള്ളൂ, അവന് വെള്ളിയാഴ്ച അല്ലേ. ഇതിപ്പോൾ ഞാൻ എന്ത് എന്നാ തീരും, അത്രേ ഉള്ളൂ. ഇനി ഇന്ന് എവിടേക്കാ ലിസ്റ്റൊക്കെ എടുക്കുക? ലിസ്റ്റ് തന്നാ തന്നില്ലേ? എന്നാ പിന്നെ അത് പോയി വാങ്ങിക്കേ. എന്നാ വാങ്ങിക്കാത്. ആളെ ഒരുപാട് നേരമായി വന്നിട്ട്. അല്ല ഞാനേ നിന്നോട് ഇന്നലെ എന്താണ് പറഞ്ഞത്? രാവിലെ ഇത് കൊണ്ട് കൊടുക്കണമെന്നല്ലേ പറഞ്ഞത്? ആ ഡോക്ടറെ പേരും അറിയാൻ കോപ്പി ഇട്ടില്ലെങ്കിൽ അയാൾ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞോണ്ടിരിക്കും. ഏടെ നീ ഒരു വലിയ മെനക്കേടാണല്ലോ നീ കാണിക്കുന്നത്. ഞാൻ ഇപ്പോൾ സിറ്റി പോയിട്ട് വരുമല്ലോ, ഞാൻ ഇനി വീണ്ടും പോകണ്ടേ? നീ ചാടി കയറി സിറ്റി പോയതിന് ഇതും കൊണ്ടല്ലേ പോകും. അത് ആ മെഡിക്കൽ സ്റ്റോർ ഡോക്ടറെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞല്ലേ? നിനക്കിത് തങ്കത്തിൻ്റെ കൊടുത്ത് വിട്ടുകൂടായിരുന്നോ? ഓ തങ്കമല്ലേ പിന്നെ വണ്ടി കച്ചവടം ചെയ്തത്? എടാ നീ ഞാൻ അതുകൊണ്ടല്ല, തങ്കവും അമ്മ നാണ്ട മെഡിക്കൽ സ്റ്റോർ ഇപ്പം നിൽക്കുന്ന ഞാൻ കണ്ടിട്ട് വരുമല്ലേ. ഏത് മെഡിക്കൽ സ്റ്റോർ? ആ വഹാബ് ഡോക്ടർ ആ മെഡിക്കൽ സ്റ്റോറിൽ നിൽക്കുകയല്ലേ. അപ്പം ഞാൻ ഇപ്പം കണ്ടിട്ടല്ലേ വരുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർ വീട്ടിൽ ആരും മെഡിക്കൽ സ്റ്റോറിൽ പോകേണ്ട കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. ഇനിയിപ്പോൾ എന്തെങ്കിലും ആവട്ടെ, ഇത് ഞാൻ തന്നെ കൊണ്ട് കൊടുക്കാം. മരുന്ന് വാങ്ങിയാൻ പോയായിരിക്കും. അപ്പോൾ ഇത് നീ ഉടനെ കൊണ്ട് എത്തിക്കും, ഒന്നുകൂടെ പോയിട്ടോ. അത് ഞാൻ കൊടുക്കാം. ഡേ ഇത് മറ്റേ ഗൾഫുകാരൻ്റെ വണ്ടിയല്ലേ? നീ ഒരു കാര്യം ചെയ്യ്, ഇത് എനിക്ക് തരാം. ഞാനിത് മറച്ചു വിട്ടിട്ടുള്ള കാശ് നിനക്ക് തരാം. അതിന് നിൻ്റെ പൈസ ഉണ്ടാ? എടാ നീ ഇത് പൈസ കൊടുത്തല്ല എടുത്തിട്ടേക്കണേന്നുള്ളത് എനിക്കറിയാം. ആ ഗൾഫുകാരൻ്റെ അടുത്ത് ആ വിറ്റിട്ട് പൈസ വീട്ടിൽ ഏൽപ്പിക്കാന്ന് തന്നെ പറഞ്ഞത്. അല്ല, ആര് നിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പൈസ കൊടുക്കാൻ എടുത്തത്? നമ്മൾ അറിഞ്ഞ് നീ കൂടുതൽ ഉരുളണ്ട. 25,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ടാണ് ഈ വണ്ടി അവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. നീയാ? ആ 25,000 ഇതിന് അഡ്വാൻസ് കൊടുത്തു. പിന്നെ അല്ലാതെ നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് വണ്ടി അത്ര അത്യാവശ്യമാണെങ്കിൽ നീ എനിക്ക് 2,000 രൂപ കൂടി തന്നാൽ മതി. ഒരു 27,000 രൂപ തന്നിട്ട് നീ വണ്ടി എടുത്തോണ്ട് പോകും, ബാക്കി വിറ്റിട്ട് പൈസയും കൊണ്ട് തന്നാൽ മതി. 2,000 രൂപ മതി നിനക്ക്? 2,000 രൂപ മതി. മതി കളിയാ? വേണ്ടളിയാ, നിനക്ക് നിന്നെ നഷ്ടത്തിലാക്കാൻ ഞാൻ ആഗ്രഹിക്കണില്ല. ഈ വണ്ടി നീ വിറ്റ് നീ എൻ്റെ ലാഭം എടുത്തു, എനിക്ക് വേണ്ട. ഈ പേപ്പർ കൊണ്ടെത്തിക്കാൻ എനിക്കത് മതി, നീ വേണേ എടുത്തോ. വേണ്ടാന്ന് പറഞ്ഞില്ലേ? അല്ല ഈ തങ്കം അല്ല ഇതിനിപ്പോ എനിക്ക് 50 രൂപ ചിലവാണല്ലോ ഇനി വീണ്ടും. കുഴപ്പമില്ല, നീ അത് 50 രൂപ നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല. ഞാൻ ഈ അമ്മയും തങ്കവും കൂടെ ഇവിടെ പോയി നീ പോയിട്ടേ അതുകൊണ്ട് കൊടുക്കണേ. അത് ഞാൻ കൊടുത്തോളാം. ഓ പണി ചൂടുവെള്ളത്തിലേ കുളിക്കാൻ പറ്റുള്ളൂ. ചൂടുവെള്ളം ഇല്ലെങ്കിൽ എന്നാ കുളിക്കാൻ പറ്റില്ലായിരിക്കും ഇവിടെ. എല്ലാത്തും ചെയ്യാൻ വേണ്ടിട്ടാണല്ലോ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടേക്കണേ. എന്താ പരിപാടി? ഞാൻ ഇവിടെ നാടകം കളിക്കാൻ. എന്താ വന്നുണ്ടോ? കൂടനുണ്ടോ? അതെ, ഇതൊക്കെ ആണുങ്ങൾ ചെയ്യേണ്ട പണിയാ. അത് ആ കനകനോട് പറഞ്ഞു ഇതൊക്കെ അങ്ങോട്ട് ചെയ്യാൻ പറഞ്ഞൂടെ? പെണ്ണുങ്ങൾ ചെയ്താ എന്താ മടൽ അങ്ങോട്ട് വീഴൂലേ? ഇല്ല വീഴും, പക്ഷെ എന്നാലും ഇത് വൃത്തിയായിട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഇതിന് വെട്ടിമുറിച്ചൊക്കെ എടുത്ത് നല്ല രീതി ആരെങ്കിലും പണിക്കാർ വെച്ച് ചെയ്യിക്കണല്ലേ നല്ലത്. ഇതിന് ഇത്രയും വൃത്തി മതി. വല്ല കുഴപ്പമുണ്ടോ? ഞാൻ ചെയ്യണോണ്ടെന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? ആ പിന്നെന്താ? എന്തിനാ ചൂടാവണേ? ഞാൻ ചൂടായതല്ല, കാര്യം പറഞ്ഞ. തങ്കത്തിനെ കണ്ടോ? എനിക്കെങ്ങനെ അറിയണേ നിങ്ങളുടെ വീട്ടിലെ ആൾക്കാർ എവിടെയെന്ന്? നിങ്ങളുടെ വീടാ? പിന്നല്ലാതെ അത് എന്റെ വീടല്ലല്ലോ. പിന്നെ എൻ്റെ വീടാണോ? നമ്മളൊക്കെ പുറത്തുനിന്ന് വന്നവരല്ലേ? അയ്യോ, നിങ്ങളൊന്നും പുറത്തുനിന്ന് വന്നവരല്ല, ഞാനാണല്ലോ വന്ന് കയറിയത്. നിങ്ങൾ ചെറുപ്പം മുതലേ അവിടെ തന്നെ ആയിരുന്നല്ലോ, ഞാനാ വന്ന് കയറിയത്. ഇനി ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമുണ്ടോ? ഞാനൊരു എന്താ? ഒന്നുമില്ല, ഞാനൊന്നും പറഞ്ഞില്ലേ. അല്ലേ, ഞാൻ ഉത്തരം പറയണെങ്കിൽ പിന്നെ എന്നോട് ചോദ്യം ചോദിക്കണ എന്തിനാ? അതിന്റെ കാര്യമില്ലല്ലോ. അവനെ സമ്മതിക്കണം കേട്ടാ, ഓ എൻ്റെ അളിയനെ. പൊന്നോ, വല്ലാത്ത പാട് തന്നെ. കുടുംബത്തിൽ ഒരു സ്വൈര്യം ഇല്ലല്ലോ വേണാളിങ്ങനെ. ആ മടലൊക്കെ നല്ലപോലെ വെട്ടിയിട്ടോണം കേട്ടാ. ചേട്ടൻ പോയി. ഇല്ല, ഇനി വന്നേ. ഇല്ല, വേറൊരു അത്യാവശ്യ കാര്യം പറയാൻ മറന്നുപോയി. ഓടി വാ, ഓടി വാ ഇങ്ങോട്ട്. വാ, ഞാൻ പറയാൻ മറന്നുപോയതാ അത്. ഈ മടലിനോടുള്ള ദേഷ്യത്തിലേ എന്നാ പിടിച്ച് നല്ലോണം അങ്ങോട്ട് വെട്ടിയിട്ട് കാണിക്കാം അങ്ങോട്ട്. എന്നാ കൊണ്ടേ നല്ലോണം വെട്ടിയിടാൻ. എന്താ പറ്റൂലല്ലേ? വെട്ടിയിട് നല്ലോണം. ഇത് എവിടുന്നാ ഇത് എടുത്തേ? അവിടുന്ന് എടുത്ത അവിടെ കൊണ്ടേ വെട്ടിയിടാൻ പറ്റൂലായിരിക്കും. അവിടുന്ന് എടുത്തല്ലേ?
അവിടെ കളക്കല്ലേ പോയെടുത്തോടെ നിന്റെ വില എൻ്റെ അടുത്ത ഇത് കുറെ കണ്ടതാ വേണേ പോയെടുത്തോ ആണുങ്ങൾ എടുത്താ കളിക്കണം